മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGP ഇപ്പോൾ ബെവ്കോ അധ്യക്ഷനായ MR അജിത് കുമാർ ഈ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ഇദ്ദേഹം മുന്നിൽ നിന്നു എന്നാണ് പറയപ്പെടുന്നത്. SIT അന്വേഷണം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി മടക്കി എന്ന വാർത്തയാണ് കുറച്ചു നേരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അവരുടെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും പുതിയ പദവികളും സംബന്ധിച്ച് ഒരു യോഗം നടക്കുന്നുണ്ട്. അതിലേക്ക് ഇദ്ദേഹത്തെ പരിഗണിച്ചാൽ അല്ലെങ്കിൽ SIT ഇദ്ദേഹത്തിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ഇദ്ദേഹം DGP ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി സംസ്ഥാന പോലീസ് മേധാവി ആയില്ലെങ്കിലും DGP റാങ്കിലേക്ക് ഇദ്ദേഹം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. MR അജിത് കുമാറിന് വേണ്ടി രാഷ്ട്രീയ കളികൾ കളിക്കുന്നത് ആരാണ്? സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതൊന്നും അറിയുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു MLA അടക്കം അടികിട്ടിയ കേസാണ്. ഈ കേസ് അട്ടിമറിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ SITക്ക് ലഭിച്ചതായിട്ടാണ് വിവരം. എന്നിട്ടും കൃത്യമായ നടപടിയെടുക്കാൻ DGP ഈ റിപ്പോർട്ട് കറക്റ്റ് ചെയ്ത് അത് തിരുത്തലുകൾ വരുത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും DGPക്ക് തീരുമാനമെടുക്കാം. പക്ഷേ SIT അന്വേഷിച്ച് വേണം ഇതിന്റെ കറക്ഷൻസ്, ഇതിന്റെ തിരുത്തലുകൾ വരുത്താൻ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ഈ കേസ് ഡയറി തിരുത്തണം എന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതായുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്നു. അതായത് ഈ രക്ഷാപ്രവർത്തനം ആക്രമണത്തിൽ പങ്കെടുത്ത പോലീസുകാരെ രക്ഷിച്ചെടുക്കുന്നതിനായിട്ട് ഇതൊരു സാധാരണ കേസാക്കി മാറ്റാനായിട്ട് DGP തന്നെ ശ്രമിക്കുന്നു. കാരണം ഈ കേസിൽപ്പെട്ടവരൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ സ്വന്തക്കാരാണ്, വേണ്ടപ്പെട്ടവരാണ്. അതുപോലെ ഇപ്പോഴത്തെ പുതിയ SITയിലും ചില CPM ആളുകൾ തള്ളിക്കേറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നു. അതായത് MR അജിത് കുമാറിനെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കണം, ഇദ്ദേഹത്തിന് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ ക്ലീൻ ചിറ്റും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന് കിട്ടണം എന്നുള്ള ചില ചരടുവലികൾ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ശിക്ഷ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നവകേരള സദസ്സിനിടെ ആക്രമിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പോലീസ് ആസ്ഥാനത്ത് നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ തിരിച്ചടിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അട്ടിമറി ആരോപണം നേരിടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്ന സംശയം ഉയർന്നതോടെ കേസിന്റെ സുതാര്യത വലിയ ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യത നിലനിർത്താൻ സുതാര്യമായ തുടരന്വേഷണവും അതിവേഗ നടപടിയും ഉണ്ടാകണം എന്ന ആവശ്യവും ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അടുത്ത ആഴ്ചയിൽ പോലീസ് തലപ്പത്ത് നടക്കാനിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേര് മുൻനിരയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയോ നടപടി ശുപാർശ ചെയ്യപ്പെടുകയോ ചെയ്താലേ പ്രൊമോഷൻ തടസ്സമാവുന്നുള്ളൂ. റിപ്പോർട്ട് തിരിച്ചയച്ച് തുടരന്വേഷണത്തിന് വിട്ടതോടെ നടപടികൾ വൈകുകയും ഇത് MR അജിത് കുമാറിന് DGP പദവിയിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും ചെയ്യും എന്ന് ചിലർ പറയുന്നു. നിയമവൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിനുവേണ്ട ഒരു കാര്യമാണോ സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പൊതു സംശയം ജനങ്ങൾക്ക് ഉണ്ടാകും ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ഈ വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ MR അജിത് കുമാറിനെ സംരക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ട നടപടികളുമായിട്ട് ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരും ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അവരൊക്കെ തന്നെ പല രീതിയിൽ സ്വാധീനിച്ച് MR അജിത് കുമാറിനെ ഒരു വെള്ളരിപ്രാവായി മാറ്റാനുള്ള എല്ലാ പദ്ധതിയും ആസൂത്രണം ചെയ്തിരിക്കുന്നു. പിണറായി വിജയന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി, CPMന് വേണ്ടി സകല കളികളും കളിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ കരിമ്പട്ടികയിൽ വരേണ്ടതാണ്. അത് വരാതെ ഏത് സർക്കാർ ഭരിച്ചാലും പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും ഏത് സർക്കാരിൻ്റെ ഭാഗമായാലും ആര് വന്നാലും ആര് പോയാലും ഒക്കെ തന്നെ അവർക്കിങ്ങനെ എഴുന്നേറ്റ് ഞെളിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ കൂടിയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഇതിപ്പോൾ SIT അന്വേഷിച്ച് 2 ആഴ്ചയ്ക്ക് അകം നടപടി എടുക്കുമോ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത് കൂടുതൽ ദുരൂഹതകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് എന്നാണ് സൂചനകൾ.